ഇതാര്? ദിയേ, വരൂ വരൂ. ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വാ. അത് വിശേഷമൊന്നുമില്ല ആന്റി. ഞാൻ ഇതിലേ പോയപ്പോ വെറുതെ ഒന്ന് കയറിയതാ. ഓ, അല്ല, ആന്റി എപ്പോഴാ തിരിച്ചു വന്നേ? വന്നു. എന്താ ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ലെന്ന് കരുതിയോ? ഞാൻ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നേ? അത് വെറുതെ. നിങ്ങളുടെയൊക്കെ ആഗ്രഹം അതായിരുന്നെന്ന് എനിക്കറിയാം. ഞാൻ ജിഷയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് അറിയാൻ വന്നതാ. ജെഡി സാറ്. ഓ, ജെഡി സാറാണല്ലോ രഹസ്യാന്വേഷണ വിഭാഗ തലവൻ. പക്ഷേ ജിഷ എന്നൊരു കുട്ടിയെ ഇവിടുന്ന് കാണാതായിട്ടില്ല. മിസ്സിംഗ് ആയത് ജയയാണ്, ഗീതയുടെ മകൾ ജയ. നടുങ്ങണ്ട. എല്ലാ കാര്യങ്ങളും നിനക്കും മനുവിനും അറിയാവുന്നതുപോലെ ഇപ്പൊ എനിക്കും അറിയാം. എല്ലാം മനസ്സിൽ വെച്ച് സ്വയം കണ്ണടച്ചിരുട്ടാക്കുന്ന ജെഡി സാറിന്റെ മുന്നില് നീയും മനു ഒക്കെ അഭിനയിക്കുന്നത് പോലെ ഇപ്പൊ ഞാനും അഭിനയിക്കുക. എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പോവാ. നിന്നെ നാദിരെ ഇവിടുന്ന് കെട്ടിക്കാൻ വേണ്ടി എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഗൂഢാലോചന? അതും കൂടെ പറഞ്ഞിട്ട് പോയാ മതി. എനിക്കൊന്നും അറിയില്ല. ജയ ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടി നിങ്ങളെ റോക്കിയങ്ങളും കൂടി തന്നെയല്ലേ ഗൂഢാലോചന? നിർത്ത. എല്ലാം ചെയ്തു വെച്ചിട്ട് വീണ്ടും നിന്ന് മുറുമുറുക്കുന്നോ? എന്നെയും ജേഡിയും തമ്മിൽ തെറ്റിച്ചിട്ട് ജയ അവളുടെ അമ്മ ഇവിടെ കുടിയിരുത്താൻ വേണ്ടി നീയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവള് എവിടെ ഉണ്ടെന്നൊന്ന് കണ്ടുപിടിച്ചോട്ടെ. ചെയ്തതൊക്കെ എല്ലാരെയും കൊണ്ട് എണ്ണി എണ്ണി പറയിപ്പിക്കും ഞാൻ. നോക്കിക്കോ. നാദർ ഒഴിഞ്ഞു പോയെന്ന് കരുതി ജിഷ അന്വേഷിച്ചു വന്നിരിക്കുന്നു. ഞാൻ ഇല്ലാത്തപ്പോഴൊക്കെ ഈ സന്ദർശനം പതിവുള്ളതായിരിക്കും അല്ലേ? എങ്കിൽ ഇനി അത് വേണ്ട. പൊയ്ക്കോ. ജിഷയുടെ പേര് പറഞ്ഞ് നാദിരയുടെ ജീവിതം തകർക്കാൻ ഇനി ഈ കോമ്പൗണ്ടിൽ കാലുകുത്തരുത്. പറഞ്ഞേക്കാം. എന്താ ദിയ, എന്തു പറ്റി? നീ എന്തിനാ കരയുന്നേ? ഒന്നും പറയണ്ട എന്റെ ജേഡി. അവൾക്ക് ജിഷയെ കണ്ടു കിട്ടാത്തതിന്റെ സങ്കടം. എന്നാൽ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുക. മോളെ കരയാതെ കാര്യം പറ, എന്താണ്ടായത്? ഒന്നുമില്ല സർ, ഞാൻ പോട്ടെ. എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ജേഡിയുടെ ഭാവം കണ്ട ഞാൻ അവളെ ഏതാണ്ട് ചെയ്ത പോലെ ഉണ്ടല്ലോ. അതെ, അല്ലെങ്കിൽ അവള് കരയില്ല. വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ് നീ അവളോട്? അപ്പോ വേറെന്തൊക്കെയോ ഞാൻ മനസ്സിലാക്കിയെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? എങ്കിൽ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു തീർക്ക്. കറകളഞ്ഞ മനസ്സുമായി ഞാൻ ഒഴിഞ്ഞു തന്നേക്കാം. മതി. മനസ്സിൽ കറയുണ്ടോ നീ തന്നെ സമ്മതിച്ചല്ലോ. അത് സ്വയം കഴുകിക്കളയണം. അല്ലാതെ മറ്റുള്ളവരിൽ പഴിചാരിയാൽ മായില്ല. പിന്നെ ഒഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോ, ആരും തടയില്ല. എനിക്കറിയാം അതിനുവേണ്ടി തന്നെയാ നിങ്ങൾ ഇതൊക്കെ ചെയ്തതെന്ന്. പക്ഷേ സ്വയം ഒഴിഞ്ഞു തന്നുകൊണ്ടുള്ള ഒരു ശാപമോക്ഷം നാദിരേന്ന് ജേടി പ്രതീക്ഷിക്കണ്ട. ഈ മുഖമൂടി ഉപേക്ഷിച്ച് എന്റെ മുന്നിൽ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഔദാര്യമായിട്ട് തന്ന് ഞാൻ തിരിച്ചു പൊയ്ക്കോളാം. ഇല്ലെങ്കില് മരണം വരെ സ്വസ്ഥത എന്തെന്നറിയിക്കാതെ നാദിര കൂടെ തന്നെ ഉണ്ടാവും. നീ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെയാണെങ്കിൽ നാഥയുടെ മനസ്സിൽ കാര്യമായ എന്തെങ്കിലും കണക്കൂട്ടലുണ്ടാവണം. അല്ലാതെ നിന്നോട് അവരങ്ങനെ പെരുമാറില്ല. ഇതെന്തോ കരുതിക്കൂട്ടിയുള്ള തിരിച്ചുവരവ് തന്നെയാ. അതെ, ഒരുമാതിരി പ്രതികാര ബുദ്ധിയുടെ ആയിരുന്നു അവരുടെ പെരുമാറ്റം. ഒട്ടും പ്രതീക്ഷിക്കാതായതുകൊണ്ട് ശരിക്കും ഞാൻ കരഞ്ഞുപോയി. അത് കണ്ട് ജെഡി സാറും വല്ലാതെയായി. കുറച്ച് സമയം കൂടെ നീ അവിടെ നിന്നിരുന്നെങ്കിൽ നാദിരയോടുള്ള ജെഡി സാറിന്റെ പ്രതികരണം എന്താണെന്നറിയായിരുന്നു. നിൽക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നല്ലോ ഞാൻ. എങ്ങനെയാ ഓടി രക്ഷപ്പെട്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എന്തായാലും ജെഡി സാർ അതിന്റെ പേരിൽ ആന്റിയമ്മയെ ഉടക്കിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാ. അതൊക്കെ വെറുതെ തോന്നുക. അവർ തമ്മിലുള്ള സർവ്വ ഉടക്കുകളും തീർന്നെന്നാ എനിക്കിപ്പോ തോന്നുന്നു.
പിന്നെ നീ എന്തിനാ അവിടെ പോയത്? ജയ തിരിച്ചു വന്നെന്ന് അറിയാനോ? അല്ല, JD സാറിനെ കണ്ട് ജയ അദ്ദേഹത്തിന്റെ സ്വന്തം മകളാണെന്ന് സത്യം അറിയിക്കാൻ. ഇനിയെങ്കിലും നമ്മളത് അറിയിക്കുന്നതല്ലേ മനുവേട്ട നല്ലത്. അതിപ്പോ നാദരെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് JD സാർ ആ കാര്യമെല്ലാം അറിഞ്ഞിരിക്കില്ല ദിയ. എന്നൊന്നും ഉറപ്പില്ല. JD സാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിന്റെ പ്രതികരണം നമ്മൾ അറിയാതിരിക്കൂ. അത് ശരിയാ. പക്ഷേ എൻ്റെ സംശയം ഗീതയുടെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ JD സാറിന് ജയയോടുള്ള ഇഷ്ടം നഷ്ടപ്പെട്ട് കാണുമെന്നാ. ഏയ്, ഗീത ആന്റിയോട് JD സാറിന് വെറുപ്പുണ്ടാകാം. പക്ഷേ ശത്രു പ്രസവിച്ചതാണെങ്കിലും സ്വന്തം രക്തമാണെന്നറിയുമ്പോ ആർക്കെങ്കിലും ഇഷ്ടക്കുറവുണ്ടാവോ മനുവേട്ടാ? ഏയ്, പറയാനാവില്ല. നാദര JD സാറിനെ ആ തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവും. അവരവിടെ തിരിച്ചു വന്നതിന് ശേഷം ജയയെ അന്വേഷിക്കുന്ന കാര്യത്തിൽ പോലും JD സാറിന്റെ താല്പര്യം കുറഞ്ഞു എന്നുള്ളതാ സത്യം. ഗീതയ്ക്ക് ചെറുതായി പനിക്കുന്നുണ്ടല്ലോ. ഒന്നുകൂടെ ഡോക്ടറെ ചെന്ന് കാണണോ? നിക്കട്ടെ, ഇന്നുകൂടി നോക്കിയിട്ട് പോവാം. ഞാനൊരു ഒറ്റമൂലി കഷായം വെച്ചുകൊടുത്ത് നോക്കാം. അല്ലാതെ എല്ലാറ്റിനും ഡോക്ടറെ കാണിച്ചു മരുന്നും ഗുളികയും കഴിച്ചാൽ ശരിയാവില്ല. ആ നാദ്ര വന്നതിന്റെ വിനയല്ലേ ഇതൊക്കെ? എന്നിട്ട് അവള് വല്ലതും അറിയുന്നുണ്ടോ? അവളിലൂടെ എല്ലാ കാര്യങ്ങളും ജയദേവൻ അറിഞ്ഞോളെന്ന് കരുതിയിട്ട് അതും നടന്നില്ല. നടന്നില്ലാന്നൊന്നും പറയാനാവില്ല. നാദര ബുദ്ധിമതിയാ. അവളുടെ ജീവിതത്തിന് ദോഷം വരാത്ത തരത്തിലെ അവളത് ജയദേവനെ അറിയിച്ചു കാണൂന്ന് മാത്രം. അതെങ്ങനെയാ? എങ്ങനെ അറിയിച്ചാലും ഗീതയിൽ തനിക്കുണ്ടായ കുഞ്ഞാണ് ജിഷ എന്നുള്ള സത്യം അറിയിക്കണമല്ലോ. അതറിയും. പക്ഷേ ദേവന് ഗീതയോട് കടുത്ത പകയുള്ള കാര്യം നാദരയ്ക്കും അറിയാം. അപ്പോൾ കഥകളൊക്കെ വളച്ചൊടിച്ച് ഗീതയോടുള്ള ദേവന്റെ വെറുപ്പ് മകളോടും തോന്നത്തക്ക വിധത്തിൽ അവതരിപ്പിച്ചാൽ മതിയല്ലോ. അപ്പോ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയാണോ ജയദേവൻ? ആയിരിക്കുമെന്ന എന്റെ തോന്നൽ. പണ്ടും അവന് നല്ല മനസ്സുറപ്പാ. എന്തും എത്ര കാലം വേണേലും അടക്കി വെച്ചിരുന്നോളൂ. മനു അല്ലേ വരുന്നത്? ജയമോളുടെ വല്ല വിവരമായിട്ടായിരിക്കോ വരുന്നത്. ഇങ്ങോട്ടൊക്കെയുള്ള വഴി ഓർമ്മയുണ്ടോ? അതെന്താ ആൻറ്റി അങ്ങനെ ഒരു ചോദ്യം? വിശേഷങ്ങളൊന്നും പറയാനില്ലാത്തോണ്ടാ വരാത്തെ. ഇപ്പൊ എന്തെങ്കിലും? ഏയ്, ഗീതാൻറ്റി ഒന്ന് കാണണമെന്ന് തോന്നി. എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാലോ. അവക്ക് നല്ല സുഖമില്ല. നാദർ വന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞു അറിഞ്ഞൊക്കെ പോയ പിന്നെ ആകെ തകർന്ന മട്ട. അപ്പോ നാദറ ഇവിടെ നിന്നാണോ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്? അതെ. അതിന്റെ എന്തെങ്കിലും പ്രതികരണം അവിടെ ഉണ്ടായതായിട്ട് അറിയോ? ആ, പ്രതികരണമൊക്കെ ഉണ്ട്. നാദറ ആളാകെ മാറിയിരിക്കുക. അവിടെ ചെല്ലുന്നവരെയൊക്കെ JDയിൽ നിന്ന് അകറ്റി ആകപ്പാടെ ഒരു ആധിപത്യം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമത്തിലാന്ന് തോന്നുന്നു. ജയദേവനോ? JD സാറിനും മാറ്റമൊക്കെ ഉണ്ട്. ജയയുടെ കാര്യത്തിൽ ഇപ്പോ പഴയ താല്പര്യമൊന്നും കാണാനില്ല. അപ്പോ എന്റെ കണക്കൂട്ടില് ശരി തന്നെ. ഗീതയോടുള്ള വെറുപ്പ് ജയദേവന് മോളോടും തോന്നി തുടങ്ങി. അതെ ആൻറ്റി, ആ ഒരു നിഗമനത്തിൽ തന്നെയാ ഞാനും. ജയെ കണ്ടുപിടിക്കേണ്ട കടമ ഇപ്പോ നമ്മുടെ മാത്രമായിരിക്കുക. എനിക്ക് ഗീതാൻറ്റി ഒന്ന് പറഞ്ഞതുപോലെ ഒന്ന് കേറിയിരിക്കാൻ പോലും പറഞ്ഞില്ല. വാ മോനെ. എന്നാ ഞാൻ അങ്ങോട്ട് പോവാ. ഇക്ക ഊണിന് വരും. മനു ആ വഴിക്ക് വന്നാ ഇക്കയും കാണാൻ ഊണും കഴിക്കാം. ഇല്ല ആൻറ്റി, പിന്നൊരിക്കലാവട്ടെ. കുറച്ച് തിരക്കുണ്ട്. ഹമീദക്കയോട് പറഞ്ഞാൽ മതി. ശരി, വൈകിട്ട് വരാം മണിയെടുത്തി. വാ. ഗീതേ, ഗീതേ. വേണ്ട ആൻറ്റി, ഉറക്കാണ് വിളിക്കണ്ട. ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. ഉറക്കമൊന്നുമല്ല, ക്ഷീണം കൊണ്ട് കിടക്കുക. ഗീതേ, ഗീതേ, എഴുന്നേക്ക്. മോനെ, എന്നെ മോള് വന്നോ? ജയ വന്നോ എടുത്തി? നീ അവിടെ കിടക്ക് ഗീതേ. ജയമോളൊന്നും വന്നില്ല. പിന്നെന്താ മനു വന്നേ? ഞാൻ വെറുതെ ആൻറ്റി ഒന്ന് കാണാൻ വന്നതാ. മോളെ കുറിച്ച് ഒരു വിവരമില്ലേ? അന്വേഷിക്കുന്നുണ്ട് ആൻറ്റി. ഉടനെ കണ്ടെത്താൻ കഴിയുമെന്ന് നല്ല ഉറപ്പുണ്ട്. എപ്പോഴാ എന്റെ മോളെ കിട്ടുന്നേ?
ജീവിക്കണ്ട മനു. എന്റെ മോളെ കിട്ടാതെ എനിക്ക് ജീവിക്കണ്ട. ആന്റി ആന്റി വിഷമിക്കണ്ട, ജയ വരും. എന്താ ഗീത ഇത്? വരുന്നവരുടെ മുമ്പിലൊക്കെ നീ ഇങ്ങനെ കരഞ്ഞ ആരെങ്കിലും പിന്നെ ഇങ്ങോട്ട് കേറോ? മനു ഇരിക്ക്. വേണ്ട, ഞാനിപ്പോ പോവാ, പിന്നെ വരാം. ആ, ഇന്നലെ ജയ സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു അവള് തിരിച്ചു വരും, അമ്മയെ ചെന്ന് ആശ്വസിപ്പിക്കണമെന്നൊക്കെ. അതാ ഞാൻ വന്നത്. എനിക്ക് അതിനുള്ള ഭാഗ്യമില്ല. സ്വപ്നത്തിൽ പോലും ഞാൻ കാണുന്നത് എന്റെ മോൾക്ക് അപകടം പറ്റുന്ന. അതാ എന്റെ പേടി. പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. ജയ വരും, അതിൽ യാതൊരു സംശയമില്ല. ഞാനിനി ഈ വാക്കും വിശ്വസിച്ച് കഴിഞ്ഞോളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എത്രയും പെട്ടെന്ന് ഒരു നല്ല വാർത്തയുമായി വരാൻ ശ്രമിക്കാം. ശരി, വരട്ടെ. വാ കിടക്കാം. കിടന്നു. മനു വന്നിരുന്നു ഗീതയെ കാണാൻ. ഇക്ക ഊണ് കഴിക്കാൻ വരാൻ നേരമായതുകൊണ്ടാ ഞാനിങ്ങ് പോന്നേ. അവനെന്താ പറയുന്നേ? ജയയ്ക്ക് വേണ്ടി അവരുടെ ഭാഗത്തു നിന്ന് വല്ല അന്വേഷണം ഇപ്പം നടക്കുന്നുണ്ടോ? അന്വേഷണമൊക്കെ കണക്ക് തന്നെ. അവൻ പറയുന്നത് നാദിരയുടെ ചില കാര്യങ്ങളാ. ജെഡിയുടെ സ്വന്തം മകളാണ് ജയെന്നറിഞ്ഞതോടെ അവള് ഭർത്താവിനെ മുറുകെ പിടിച്ചു തുടങ്ങിയെന്നാ തോന്നണേ. ഇപ്പൊ ഒരാളെ അങ്ങോട്ട് അടുപ്പിക്കാതെ എല്ലാരെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിണക്കി വിടുക അത്രേ നാദിരയുടെ ജോലി. ഇനിയും ഉറച്ചു നിന്നില്ലെങ്കിൽ ജെഡിയെ കൈവിട്ടു പോകുമെന്ന് അവൾക്ക് തോന്നിക്കാണും. ഞാൻ കരുതിയത് എല്ലാ സത്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് അവള് ജയദേവനെ വിട്ട് പൊക്കോളുന്ന. അങ്ങനെ ഇപ്പോൾ പോകാൻ പറ്റുമടി? അവളുടെ ജീവിതമല്ലേ ഇത്. എനിക്ക് തോന്നുന്നത് ജയ പോയതോടെ അവരൊരു കോംപ്രമൈസിൽ എത്തിക്കാണുമെന്ന്. ചിലപ്പോ ഇനി കൂടുതൽ നൂലാമലകൾക്ക് നിൽക്കാതെ അവരോടൊന്ന് തിരിച്ചു പോകാനും മതി. അങ്ങനെ വിടരുത്. ജയമോളെ കണ്ടുപിടിച്ച് തരാനുള്ള ഉത്തരവാദിത്വം അവർക്കും ഇല്ലേ? എനിക്ക് തോന്നുന്നത് കുട്ടിയെ കാണാതായതിൽ നാദരയ്ക്കും കൈയുണ്ടെന്നാ. ആ ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ റോഹിക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ലെന്ന് സുഭാഷിന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി നാദരയെ സംശയിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. റോക്കിയെ കൊണ്ട് ചെയ്യിക്കാനല്ലാതെ അവൾക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നൊന്നും പറയാനാവില്ല. ബോംബെയിലും ഹൈദരാബാദിലും ഒക്കെ ഒറ്റയ്ക്ക് ജീവിച്ച ശീലമുള്ളവൾക്ക് എട്ടും പൊട്ടും തിരിയാത്തൊരു കൊച്ചിനെ എന്താ ചെയ്തുകൂടാത്തത്? സ്വന്തം ചോരയാണ് ജയമോളെന്നറിഞ്ഞിട്ടും ഏതെങ്കിലും രീതിയിലൊന്ന് പ്രതികരിക്കാൻ ജയദേവൻ അവള് വിട്ടോ? അതാ നാദരയുടെ മെടുക്ക്. ആ കാര്യത്തിൽ അവളെ അല്ല കുറ്റം പറയേണ്ടത്. സത്യം അറിഞ്ഞിട്ടും ചലനമില്ലാതിരിക്കുകയാണെങ്കിൽ അത് ജയദേവന്റെ ആണത്തമില്ലായ്മയാണെന്ന് ഞാൻ പറയൂ. അന്യായിരിക്കുമ്പോൾ സ്നേഹിക്കുകയും സ്വന്തമാണെന്നറിയുമ്പോൾ തള്ളിക്കളയുകയും ചെയ്യുന്നത് നല്ല മനസ്സിന്റെ ലക്ഷണമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഗീതയുടെ അവസ്ഥ എന്താ ഇപ്പോ? എന്താവാനാ? ഗുളിക കഴിച്ചാൽ കുറച്ചു സമയം മയങ്ങിക്കിടക്കും. അതിന്റെ ശക്തി കുറയുമ്പോ വീണ്ടും എഴുന്നേറ്റിരുന്ന് കരയും. ഇങ്ങനെ അധികം നാൾ മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഭക്ഷണം പോലും കഴിക്കുന്നില്ല. എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് ഭക്ഷണം മരുന്നും കഴിപ്പിക്കണം. ഇല്ലെങ്കിൽ അപകടം. അല്ലെങ്കിലും അപകടം. ഭക്ഷണത്തിനും മരുന്നിനൊന്നും അവളെ രക്ഷിക്കാനാവില്ലേക്ക. അതിന് ജയമോളെ തന്നെ അവളുടെ മുമ്പിൽ എത്തിച്ചേ പറ്റൂ. എന്തായാലും അന്വേഷണം ഒന്ന് ശക്തിപ്പെടുത്താൻ സുഭാഷിനോട് പറയാം. ഭാവിയെക്കുറിച്ചൊന്നും ഇപ്പോൾ ഓർക്കണ്ട. അതൊക്കെ വരും പോലെ വരട്ടെ. ആളുണ്ടെങ്കിലേ ഭാവിയുള്ളൂ. ആദ്യം കുട്ടിയെ കണ്ടെത്തട്ടെ. പറയുമ്പം വിഷമം തോന്നരുത് കുഞ്ഞെ. ചട്ടിയും കലവാകുമ്പോൾ തട്ടിയെന്നും മുട്ടിയെന്നും ഒക്കെ വരും. പക്ഷേങ്കിൽ അതുടഞ്ഞു പോകാൻ നോക്കേണ്ടത് വീട്ടിലെ പെണ്ണുങ്ങളാ. ഞാനായിട്ടൊന്നും ഇതുവരെ ഉടയ്ക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. അങ്ങനെ സംഭവിക്കാവുന്നിടത്തുനിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ടല്ലേ ഉള്ളൂ ഞാൻ. ഇനി എനിക്കത് പറ്റില്ല. ഇങ്ങനെ കൊമ്പ് കോർത്തുകൊണ്ട് എന്താ കുഞ്ഞൊരു നേട്ടം? ഇത്തിരിയൊക്കെ സഹിച്ച് ഇടഞ്ഞു നിൽക്കാതെ ഇണങ്ങി പോകുന്നതല്ലേ നല്ലത്. ഇത്രയും നാൾ ഇണങ്ങി നിന്നിട്ട് എനിക്ക് എന്ത് കിട്ടിയെന്നും കൂടെ പറ. കുന്നോളം കൊതിച്ചു വന്നിട്ട് കുന്നുക്കുരുവോളം സ്നേഹം എനിക്ക് ബാക്കി വെച്ചോ? സ്വപ്നം കാണാൻ അർഹതയില്ലാത്ത ഒന്നും അല്ലല്ലോ ഞാൻ കൊതിച്ചത്, ആണോ?
എന്റെ തീരുമാനത്തെ അറിവില്ലായ്മയെന്ന് പലരും പറഞ്ഞപ്പോ അറിഞ്ഞുകൊണ്ട് എന്നെ ചതിക്കില്ലെന്ന ആത്മവിശ്വാസം മാത്രമായിരുന്നു എന്റെ കൈമുതൽ. അതെനിക്ക് നഷ്ടമായി. എന്നുവെച്ച് പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചവരുടെ മുന്നിൽ പരിഹാസ്യാവാതിരിക്കാൻ ചതിച്ച മനുഷ്യനെ സഹിച്ച് ജീവിക്കുമെന്ന് കരുതിയോ ഞാൻ? ഇല്ല, വേണ്ട. അങ്ങനെ ഒരു ധർമ്മപത്നി സ്ഥാനമൊന്നും എനിക്ക് വേണ്ട. മിസ്സിസ് നാദിറ ജെ.ഡി. അതെ, മനസ്സിലായില്ല. ഞാൻ സുഭാഷ്, പോലീസിലാ. ഓ, പക്ഷേ വന്നത് പൂർണ്ണമായും ഒഫീഷ്യലായിട്ടല്ല കേട്ടോ. എന്നാ തികച്ചും പേഴ്സണലാണെന്ന് പറയാനും പറ്റില്ല. ഇപ്പോ ജെ.ഡി. ഇവിടെ ഇല്ലല്ലോ സർ. കുഴപ്പമില്ല, എനിക്ക് മിസ്സിസ് ജെ.ഡിയിൽ നിന്ന് ചില കാര്യങ്ങൾ അറിഞ്ഞാലും മതി. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല, വരൂ, അകത്തേക്കിരിക്കാം. ഞാൻ വന്നത് എന്തിനായിരിക്കുമെന്ന് മാഡത്തിന് ഊഹിക്കാലോ അല്ലേ? ജിഷയുടെ മിസ്സിങ്ങിനെ കുറിച്ച്. യെസ്. അപ്പോ ഒരു പോലീസ് എൻക്വയറി മാഡം പ്രതീക്ഷിച്ചു? ഷുവർ. അത് ഇത്രയും വൈകിയതിലേ ഉള്ളൂ എനിക്ക് അത്ഭുതം. അത് ഈ മിസ്സിംഗ് കേസിന്റെ ഒരു പ്രത്യേകതയാണ്. കയ്യിലിരിക്കുന്ന പൊന്ന് നഷ്ടപ്പെട്ടവൻ അത് പെരുപ്പിച്ചു പറയും. പക്ഷേ ഒരു പെൺകുട്ടി നഷ്ടപ്പെട്ട ആരും അത് പറയാൻ മടിക്കും. ഐ എം റൈറ്റ്? ശരിയായിരിക്കാം. സാറിനിപ്പോ എന്നിൽ നിന്ന് എന്താ അറിയേണ്ടത്? ഈ മിസ്സിങ്ങിനെ കുറിച്ച് മാഡത്തിന്റെ പ്രതികരണം. എനിക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നല്ലേ? ഇതിലെ ലാഭനഷ്ട കണക്കുകളെ കുറിച്ചൊന്നും എനിക്കറിയില്ലെന്ന് കൂട്ടിക്കോളൂ. മാഡത്തിന്റെ സത്യസന്ധമായ പ്രതികരണത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നോ സർ. എന്റെ ഹസ്ബൻഡ് ജെ.ഡി. നൽകിയ പരാതിയിൽ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ സംശയങ്ങളും ഞാൻ സ്വമേധയാ ഏറ്റെടുത്തോളാം. മാഡത്തിന് തെറ്റി. ജെ.ഡി. അല്ല, ജെയുടെ, സോറി, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ജിഷയുടെ. എനിക്കെല്ലാം അറിയാം. ഗുഡ്. ജെഡിക്കോ? അറിഞ്ഞിട്ടും അറിയുകയില്ലെന്ന് നടിക്കുകയാണെന്നാണ് എന്റെ വിശ്വാസം. എനിക്കെതിരെ പരാതി നൽകിയത് ജെ.ഡി. അല്ല എന്ന് സാർ പറഞ്ഞില്ലേ? അതിലെനിക്ക് വിശ്വാസമില്ല. അതിൽ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും രേഖാമൂലം ഒരു പരാതി തന്നിട്ടാണെങ്കിൽ എന്റെ അന്വേഷണ രീതി ഇതുപോലെ ആയിരിക്കില്ല. അപ്പോ യെസ്, ഇത് മിസ്സിംഗ് ആയ കുട്ടിയുടെ ഒരു നെയ്ബർ മിസ്റ്റർ ഹമീദ് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം വെച്ച് തികച്ചും പേഴ്സണലായ ഒരു എൻക്വയറിക്ക് എന്നെ ഏൽപ്പിച്ചെന്നേ ഉള്ളൂ. അതിൽ നിങ്ങൾക്കോ ജെ.ഡിക്കോ എന്തെങ്കിലും പങ്കുള്ളതായി അദ്ദേഹം സൂചിപ്പിച്ചിട്ട് പോലുമില്ല. എന്നാൽ മിസ്സിങ്ങിന് മുമ്പ് നടന്ന ഡ്രാമയുടെ ഏതാണ്ടൊരു രൂപം എന്നോട് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നമുക്കതിലേക്കൊന്നും കടക്കണ്ടെന്ന് തോന്നുന്നു. തൽക്കാലം വേണ്ട, പക്ഷെ വേണ്ടി വരും സർ. ആദ്യം ജിഷയെ കണ്ടെത്തട്ടെ. അതിനുശേഷം എന്റെ ഹസ്ബൻഡും മറ്റുള്ളവരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു പരാതി ഞാൻ തരും. അതിന് രേഖാമൂലം തന്നെ. ഓക്കെ. ജെ.ഡിയെ കൂടാതെ വേറെ ആരെങ്കിലും? ഒരു സെർവന്റ് ഉണ്ട് ഇവിടെ, എൽദോ. അയാൾ എങ്ങനെയാ? എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ, എൽദോ. ജെ.ഡിയും മറ്റുള്ളവരും ചേർന്ന് ഇപ്പോഴും മാഡത്തെ ചതിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് വ്യക്തമാക്കാവോ? വ്യക്തമായ ഉത്തരം ജിഷയുടെ മിസ്സിങ് തന്നെയാണ്. ജെ.ഡിയുടെ ലൈഫിൽ നിന്നും അവളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ മാത്രമേ തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ടാ ഞാനിവിടുന്ന് പോയത്. എക്സാം കഴിയുന്ന ദിവസം തന്നെ അവളെ ഇവിടുന്ന് മാറ്റിക്കോളാമെന്ന് ജെ.ഡി എനിക്ക് വാക്കും തന്നതാ. എന്നാൽ പകരം നടന്നത് ജിഷയെ കാണാനില്ല എന്ന ഡ്രാമ മാത്രം. പിന്നീട് ജെ.ഡിയും ജിഷയും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി. എല്ലാം അറിയായിരുന്ന ജെ.ഡിയുടെ ലൈഫിൽ നിന്ന് അവളെ ഒഴിവാക്കാനാവാത്തതുകൊണ്ട് എൻ്റെ കൺമുന്നിൽ നിന്ന് മാത്രം അവളെ ഒന്ന് അകറ്റിയിരിക്കുകയാണെന്നുള്ള സത്യം. അതായത് ജിഷ ഇപ്പോഴും ജെ.ഡിയുടെ കസ്റ്റഡി തന്നെ ഉണ്ടെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? യെസ് സർ. ഓക്കെ മാഡം. എന്തായാലും ജെ.ഡിയെ സമീപിക്കുമ്പോൾ
മാഡത്തിൻ്റെ ഈ സംശയം ഞാൻ മനസ്സിൽ വെച്ചോളാം. അതല്ല, ചീറ്റ് ചെയ്യുന്നു എന്നൊരു പരാതി രേഖാമൂലം തന്നാൽ ആ രീതിയിൽ ഒരു സഡൻ ആക്ഷനോ ആവാം. എന്തു പറയുന്നു? അത് വേണ്ട സർ. മറ്റുള്ളവരിൽ നിന്നും ആ രീതിയിലൊരു നീക്കം ഉണ്ടാവുമ്പോഴേ ഞാനും അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. അതുവരെ ഇങ്ങനെ തന്നെ നടന്നോട്ടെ. ശരി, അപ്പം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. ഓക്കെ. പിന്നെ സർ, ഒരു സംശയം കൂടി. ജിഷയുടെ മിസ്സിങ്ങിൽ ആരൊക്കെയോ എന്നെ സംശയിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടല്ലേ സാർ റോക്കിയങ്ങളിനെ ചോദ്യം ചെയ്തത്? എന്നല്ല, മാഡത്തെ സംശയിക്കാവുന്ന തരത്തിൽ റോക്കി മനഃപൂർവ്വം ചില നീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ് സത്യം. ചോദ്യം ചെയ്യലിൽ അയാൾക്ക് ജിഷയുടെ മിസ്സിങ്ങിൽ പങ്കുള്ളതായി തോന്നുന്നില്ലെങ്കിലും മാഡം അയാളെ ഇനി പൂർണ്ണമായും വിശ്വസിക്കരുത്. കാരണം ജിഷയുടെ മിസ്സിങ്ങിന് മുമ്പ് തന്നെ മാഡത്തെയും ജെഡിയെയും തമ്മിൽ അകറ്റാൻ അയാൾ പലതും ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങളുടെ ലൈഫ് തകർക്കാനുള്ള ഹെൽപ്പിന് വേണ്ടി റോക്കി മിസ്റ്റർ ഹമീദിനെയും അയാളുടെ ഭാര്യ ഗ്ലാഡിസ് ഗീതയെയും ചെന്ന് കണ്ടിട്ടുണ്ട്.